ഗായ്സ് ഞങ്ങളെ ഡെസ്റ്റിനേഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അവിടേക്ക് എല്ലായിടത്തേക്കും എത്തിക്കുന്ന ആൾ ഇയാളാട്ടോ, ഖലീൽ എന്നാ മൂപ്പരെ പേര്. മൂപ്പര് ഡൽഹിയിൽ 25 വർഷമായിട്ട് ടാക്സി ഓടിക്കുകയും ഇതേപോലെ ടൂറിസ്റ്റുകളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ്. ഗായ്സ് ഞങ്ങൾ ആഗ്ര ഫോർട്ട് കയറി കഴിഞ്ഞതിന് ശേഷം നേരെ ആഗ്ര എന്താ സ്പെഷ്യൽ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ നല്ല സ്വീറ്റ്സ് ആണ്. അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്യാനും വാങ്ങാനും വേണ്ടി വന്നാട്ടോ. എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. This all mixed vanilla, orange, pineapple, strawberry peta. This special one pan peta, chocolate peta, butterscotch peta, mixed dry fruit laddu peta. Agra famous in Angudi peta. Angudi is the 1 month without fish, no problem. Saffron Angudi. ഇത്രയും ഐറ്റംസ് പറഞ്ഞതിന് ശേഷം ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ടോ. പക്ഷേ ആ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. പഴയ റോജൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ്. അത് ഞങ്ങൾ ഈ സാധനം മാത്രമായിട്ട് വാങ്ങി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ താജ്മഹലിലേക്ക് പോകും. ആഗ്ര ഫോർട്ടിൻ്റെ മുമ്പ് കൂടെ തന്നെ ആയിട്ട് പോകേണ്ടത്. നേരെ എത്തിച്ചേരും എവിടെ വെച്ചാൽ ആഗ്ര മെട്രോ സ്റ്റേഷനിലാണ്. ഹലോ ഗായ്സ്, ഞങ്ങൾ അങ്ങനെ താജ്മഹലിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ ടിക്കറ്റൊക്കെ ഓൾറെഡി എടുത്തിട്ടുണ്ട്. താജ്മഹലിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് ചെരുപ്പൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കാല് മാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു കവർ വാങ്ങണം കേട്ടോ. അത് വാങ്ങിയിട്ട് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ചെരുപ്പ് കൈ പിടിച്ച് നടക്കേണ്ടി വരും. ഞങ്ങൾ ആദ്യമേ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ടൊക്കെ ആട്ടോ പോയത് ടിക്കറ്റ്. പക്ഷേ റിപ്പബ്ലിക് പ്രമാണിച്ചിട്ട് തിങ്കളാഴ്ച ദിവസം എല്ലാവർക്കും ഫ്രീ എൻട്രി ആക്കി വിട്ട്. അത് കാരണം പൈസ നഷ്ടമായി. ലേഡീസിനും ജെൻസിനും വേറെ വേറെ ചെക്കിങ് കൗണ്ടർ ആയിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഉള്ളിലേക്ക് കയറി. താജ്മഹലിൻ്റെ മുമ്പിൽ ആ മെയിൻ കവാടമായിട്ടാണ് കാണുന്നത്. നമ്മൾ ഈ വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ല, ഇങ്ങനെ ബ്ലറായി നിൽക്കുക, അവിടെ നിന്ന് പെട്ടെന്ന് ക്ലിയർ ആയി വരുന്ന ആ ഒരു കവാടം, അതാണിട്ടത്. കടക്കുമ്പോഴേ വീഡിയോ എടുക്കണം, കാണാൻ പോണത് പെട്ടെന്ന് തെളിഞ്ഞു വരുന്നത്. അതിന് മുമ്പ് ഞങ്ങൾ ഇങ്ങനെ ചിരിക്കണം. അത്തയ്യാ ഈ ഒരു കാഴ്ച ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ ഈ ഫോട്ടോസിലും വീഡിയോസിലും കാണുന്ന ഒരു എഫക്റ്റ് അല്ല നമ്മൾ ഇതിൻ്റെ മുമ്പിൽ നിന്നത് കാണുമ്പോൾ. ആ ഒരു പ്രത്യേക ഫീലാണ്. ഞാൻ തന്നെ എടുത്ത വീഡിയോ ഞാൻ കണ്ടുനോക്കിയിട്ട് എനിക്ക് ആ ഒരു എഫക്റ്റ് കിട്ടിയിട്ടില്ല. നമ്മൾ നേരിട്ട് കാണുന്നത് ഭയങ്കര സംഭവമാണ്. നമുക്ക് ഭയങ്കര ഒരു ഫീല് അത് തരും. ഒരിക്കലെങ്കിലും പോയി കാണണം. അത്രയും അടിപൊളി ഒരു ലോകാത്ഭുതങ്ങളിൽ ഒന്നാണത്. ഒരു രക്ഷയില്ല. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഫുള്ള് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും പല തരത്തിലുള്ള വെറൈറ്റി വീഡിയോസ് എടുക്കുക, ഈ ഒരു പരിപാടി തന്നെയാണ് കേട്ടോ. ആദ്യത്തെ കവാടം കഴിഞ്ഞുള്ള ഫോട്ടോ എടുപ്പും വീഡിയോസ് എടുപ്പും കഴിഞ്ഞിട്ട് നേരെ അതിൻ്റെ അടുത്തേക്ക് പോകാം കേട്ടോ. അടുത്തേക്ക് പോകുന്തോറും അതിങ്ങനെ ഭയങ്കരമായിട്ട് നമുക്കിങ്ങനെ ഒരു പ്രത്യേക ഫീൽ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. വീഡിയോസ് കുറച്ച് ലെങ്ത് ഉണ്ടാവും. നമ്മളിങ്ങനെ ക്യാമറ പിടിച്ച് നടക്കാനുള്ള അതിൻ്റെ മുമ്പ് കൂടെ. അപ്പോൾ ഈ ഒരു കാഴ്ച ഇങ്ങനെ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടോളൂ. മടുപ്പൊന്നും വിചാരിക്കേണ്ട, ഇത് കൺകുളിർക്കെ കാണാൻ മാത്രമുണ്ട്. നേരെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആ താജ്മഹലിൻ്റെ താഴെ കുറച്ച് ഇങ്ങനെ കുത്തു പോലെ അങ്ങനെ കാണില്ല, അതൊക്കെ ആൾക്കാരാട്ടോ. അതിൻ്റെ മുമ്പെന്ന് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയുള്ള തിരക്കാണ്, ക്യൂ ആണ് ഇങ്ങനെ നിൽക്കുന്നത് ആൾക്കാർ. അതായത് ഇത് നേരെ മുമ്പിൽ ഇവിടെ നേരെ നടന്നത് എത്തൂല, അത് പിന്നെയും ഇങ്ങനെ ചുറ്റിയിട്ടൊക്കെയാണ് പോകുന്നത്. ഇത് ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. അപ്പോൾ ലേശം അതായത് അന്നത്തെ ദിവസം ഫ്രീ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഡയറക്റ്റ് അങ്ങോട്ട് കയറാനുള്ള എൻട്രിയൊക്കെ ഒരു ക്ലോസ് ചെയ്തിട്ട് തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിന് ചുറ്റിലും
കൂടിയാണ്. ഇപ്പോൾ അവിടെ കുറേ സെക്യൂരിറ്റീസ് ഉണ്ട് കയറ്റി ഇങ്ങനെ വിടണേ അതിൻ്റെ ഉള്ളിലേക്ക്. ഈ വളവ് അങ്ങോട്ട് തിരിഞ്ഞിട്ട് വരുന്ന ആ ഒരു വ്യൂ ഉണ്ടല്ലോ, അതും നമ്മളെ മനസ്സിലൊരു പെട്ടെന്നൊരു ഫീലിംഗ് ആയിട്ട് തരും. നല്ല ഒരു പ്രത്യേക ഒരു ലുക്കാണ് ഈ സൈഡിൽ നിന്ന് കാണുമ്പോഴും. ഈ കാണുന്ന ആൾക്കാരൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുക കേട്ടോ. സമയം വൈകുന്നേരമായി തുടങ്ങി. ഇത് ഓരോരോ സെക്ഷനായിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കടത്തിക്കൊണ്ടിരിക്കുന്നത്. താജ്മഹലിൻ്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ വീഡിയോ കോൾ ചെയ്യാൻ വേണ്ടി ജോയിശേഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ജോയിശേഷിനെ വീഡിയോ കോളൊക്കെ ചെയ്ത് ഏറെ നേരത്തെ ക്യൂവിന് ശേഷം ഞങ്ങൾ അതിൻ്റെ തൊട്ടടുത്തെത്തിയേ. അശ്വതിയാണെന്നുണ്ടെങ്കിൽ അതിനങ്ങനെ തൊട്ടൊക്കെ അങ്ങനെ കളിക്കുന്നുണ്ട്. സംഭവം ഒന്ന് തൊട്ടാകാനൊക്കെ എല്ലാവർക്കും തോന്നും, അടിപൊളിയാണ്. അതിൻ്റെ ഇടയിൽ അവിടെ ഒരു പൊരിഞ്ഞ വാക്ക് തർക്കം. ഈ സെക്യൂരിറ്റിക്കാരും പിന്നെ അവിടെ കാണാൻ വന്ന ആൾക്കാരൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്താ സംഭവം ഹിന്ദി ആയിട്ട് മനസ്സിലായില്ല. സംഭവം ഒന്നുമില്ല, തിരക്ക് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ വർത്തമാന മനസ്സിലുണ്ടായതാണ്. വലിയ സീനൊന്നുമില്ല. അപ്പം തന്നെ എല്ലാം അടങ്ങി. പിന്നെ വീണ്ടും ക്യൂ ആയി. അങ്ങനെ സ്റ്റെപ്പ് കയറി അതിൻ്റെ ഉള്ളിലേക്ക് കയറിട്ടോ. ഞങ്ങൾ തൊട്ട മുന്നിൽ തന്നെ അങ്ങനെ താജ്മഹലിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. അവിടുന്ന് ഒരു മലയാളീനും പരിചയപ്പെട്ടെ. എവിടെ പോയാലും ഒരു മലയാളി ഉണ്ടാവും എന്നുള്ളതാണല്ലോ അത് ഞങ്ങൾക്ക് ഈ ട്രിപ്പിലൂടെയും മനസ്സിലായിട്ടോ. ഉച്ചയ്ക്ക് കയറി ഞങ്ങൾ ഏകദേശം രാത്രി ആയിണ് പുറത്തിറങ്ങാൻ തന്നെ. നല്ല തിരക്ക് കാരണമാണ്. അങ്ങനെ താജ്മഹലിൻ്റെ അവസാനത്തെ വ്യൂവും കൂടിയും കാണിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണേ. ബൈ.